ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ആയിരുന്നു. നമ്മൾ ഇതിന് മുന്നേ ഇപ്പോൾ ഒരു 1 വീക്കിന് മുന്നേ നമ്മളൊരു ഹെയർ കെയർ ചാലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു പനിയൊക്കെ വന്നു, അത് ചെറിയൊരു ഡിലേ ആയിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പനി ആയതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. അപ്പോൾ ഡേ 3യുടെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ വെട്ടത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതെല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്തേക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇട്ടത് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. നമ്മൾ ഏതൊരു മാസ്ക് തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ ഒരു ഹെയർ ഓയിൽ അതിന് മുന്നേ തേച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഓരോ മാസ്കുകൾ പറഞ്ഞു തരുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും കാണുന്ന കുറച്ച് പേരെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആ ഓയിലിനെ പറ്റി. അപ്പം ആ ഓയിൽ ഞാൻ ആദ്യം തന്നെ ഇട്ട് തന്നതാണ്. ഇപ്പം ആ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തലയിലിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ആ ഓയിലിൻ്റെ വീഡിയോ ആണ് ഞാൻ ഡേ 2 ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഡേ 3 ആണ്. ഇന്നത്തെ വീഡിയോ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഹെയറിന് അടിപൊളിയാണ് കേട്ടോ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഹെയർ മാസ്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡിൻ്റെ കൂടെ ഗ്രാമ്പൂ ഉണ്ടല്ലോ, ഒരു 2-3 ഗ്രാമ്പും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാമ്പൂവും നമ്മുടെ ഹെയറിന് നല്ലതാണ് കേട്ടോ, നമ്മുടെ ഹെയറിന് നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ടേബിൾ സ്പൂണോളം മതി കേട്ടോ ഫ്ലാക്സ് സീഡ്. ഒരുപാടൊന്നും അതിൻ്റെ ആവശ്യമില്ല. തിളയ്ക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ ജെല്ലായിട്ട് വന്നോളും. അപ്പോൾ ഞാനിവിടെ ഫ്ലാക്സ് സീഡ് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് നന്നായിട്ട് വൃത്തിയായിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വെയിലുള്ളപ്പോൾ തന്നെ ഞാൻ ഉണക്കി വെച്ചതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ മുടിയിഴകളെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മളെ ഈ ഫ്ലാക്സ് സീഡ് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമ്മുടെ ഫ്ലാക്സ് സീഡ് നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്രയ്ക്കും ഗുണമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാക്സ് സീഡിലേക്ക് നമുക്കിനി 3 ഗ്രാമ്പൂ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹെയറിന് ഗ്രാമ്പൂവും അത്രത്തോളം നല്ലതാണ്. ഗ്രാമ്പൂവിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിലുള്ള ഫംഗസിനെയും ഡാൻഡ്രഫിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇനി കൂടുതൽ പരിപാടിയൊന്നുമില്ല. ഇതിനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യം ഫ്ലെയിം സിമ്മിലിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. അത് പതിയെ അവിടെ വന്ന് തിളച്ച് വന്നോട്ടെ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം കുറഞ്ഞു വരണം കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് വാങ്ങി വയ്ക്കുമ്പോൾ കുറുകത്തോളൂ, അതായത് ജെൽ കൺസിസ്റ്റൻസിയിൽ എത്തത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഹെയറിന് എത്രത്തോളം ആണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രത്തോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടായാലും പിന്നെ നമുക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യേണ്ടി വരും. എനിക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇതിന് തിളച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും മതിയെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അരിച്ചൊഴിക്കാം കേട്ടോ. അപ്പം ഒരുപാടങ്ങ് ജെല്ലാവത്തില്ലെന്നേ ഉള്ളൂ, എങ്കിലും അതിൻ്റെ സത്തൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൻ്റെ വക്കിലൊക്കെ ജെല്ല് പോലെ ഒട്ടിപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ലാക്കി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ കറക്റ്റ് ജെൽ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിവിടെ ഫ്ലാക്സ് സീഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഗ്രാമ്പും കൂടി ഇട്ടാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാണുന്നുണ്ടോ എനിക്കറിയില്ല. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു തോർത്തിലാണ് കേട്ടോ അരിച്ചെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വേറൊരു ബൗളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തോർത്ത് വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ ഇത് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം, അതായത് തണുത്തതിന് ശേഷമാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ചൂടോടെ നമ്മളൊരു അരിപ്പിൽ വല്ലതും അരിക്കുകയാണെങ്കിൽ ഇത്രയും ജെല്ല് ആവുന്നതിന് മുന്നേ നമുക്ക് വേഗം തന്നെ അരിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഒരിത്തിരി ഈ ജെല്ല് ആയില്ലേ, അതുകൊണ്ട് ഇത്തിരി കട്ടിയാണ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും സാരമില്ല, നമ്മുടെ തലയിൽ തേക്കാൻ ഈ ജെല്ല് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡ് നമ്മളിവിടെ അരിച്ച് എടുത്തിട്ടുണ്ട്.
തോർത്ത് വെച്ച് ഞാൻ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇത് വേണ്ട ഒരു കറക്റ്റ് ജെല്ല് പരുവത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അലോവേര ഒക്കെ ജെല്ലെടുക്കത്തില്ലേ, ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. നമ്മൾ ആ ഗ്രാമ്പൂ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല മണമാണ്. ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ തലയിൽ ഓൾറെഡി എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ എണ്ണ വാരി തേക്കാഞ്ഞത്. ഇപ്പോൾ എണ്ണ തേച്ച് കഴിഞ്ഞാലും കുളിക്കുമ്പോൾ മുടി ഉണങ്ങാൻ വലിയ പാടാണ്. അപ്പോൾ പിന്നെ ഞാൻ എണ്ണ എക്സ്ട്രാ തേച്ചൊന്നും കൊടുക്കുന്നില്ല, ഈ ജെല്ല് മാത്രമായിട്ട് തേച്ച് കൊടുക്കുകയാണേ. വണ്ടികൾ പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കാണും. മഴയുണ്ട് ചെറുതായിട്ട്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. മാക്സിമം ഞാൻ ഉറക്കെ തന്നെ പറയാൻ ശ്രമിക്കാം കേട്ടോ. നന്നായിട്ട് തലയിൽ തേച്ച് പിടിക്കാം. ഒരു തരത്തിലുള്ള കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ആഴ്ചയിൽ 2 തവണയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതിൻ്റെ കൂടെ തന്നെ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഫസ്റ്റിലെ ഞാൻ സ്കാൽപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഫുള്ള് എല്ലായിടത്തും ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ബാലൻസ് ജെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇനി വെച്ചിരിക്കേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ഹെയറിലും കൂടെ ഞാനങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഹെയർ കംപ്ലീറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ തല ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുളിച്ച മോഡൽ തല ഫുള്ള് ആയിട്ടുണ്ട്. പിന്നെ ഇനി ഹെയറിൽ താഴോട്ടുകൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ തലയിൽ ഹെയർ മാസ്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും വേഗം തലയിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ജെല്ലല്ലേ. അപ്പോൾ അത് കഴുകി കഴിഞ്ഞാൽ അങ്ങ് പോവുകയും ചെയ്യും. നമ്മൾ തലയിലൊന്നും ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. വേറെ സൈഡ് എഫക്ട്സോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കെമിക്കലും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ കെമിക്കൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെയുള്ള ഹോം റെമഡീസും നാച്ചുറൽ ഐറ്റംസൊക്കെയാണ് കേട്ടോ തലയിൽ തേച്ച് കൊടുക്കാൻ നല്ലത്. അപ്പോൾ ദേ കംപ്ലീറ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദേ ലാസ്റ്റ് സാധനമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതുകൂടെ ഞാൻ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമ്മുടെ ഹെയറിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഹെയർ ഫുള്ളായിട്ടൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അഴിച്ചിടുമ്പം നമ്മൾ നനഞ്ഞ മുടി കുളിച്ചിട്ട് അഴിച്ചിടുമ്പം വെള്ളം വീഴത്തില്ല, അതുപോലെ തന്നെ ഈ ജെല്ല് നമ്മുടെ തലയിൽ പിടിച്ചിട്ട് നല്ല തണുപ്പാണ് കേട്ടോ തലയിലിപ്പോൾ. അപ്പോൾ ഈ ജെല്ല് വെള്ളമായിട്ട് ഇറ്റിറ്റ് വീഴാൻ ചാൻസ് ഉണ്ട്. ഒരുപാടങ്ങ് വലിച്ചു മുറുക്കി അങ്ങ് കെട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നനഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ എൻ്റെ മുടി ഇങ്ങനെ വലിച്ചു മുറുക്കിയ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് നമ്മുടെ തലയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതൊരു വീക്കിലി ട്വൈസ് ഒക്കെ ചെയ്യുന്നത് തലയിൽ തേച്ച് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഹെയർ കെയർ ചലഞ്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ ഒന്ന് കയറി കാണാം. അപ്പോൾ എൻ്റെ തലയിൽ ഞാൻ ചെയ്യുന്നതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെയും കാണിക്കുന്നത്. അപ്പം എൻ്റെ കൂടെ ഹെയർ കെയർ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.